ബി.ജെ.പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള സുഗതൻ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത ആ ഒരു വിഷയം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ അത് വലിയ തോതിൽ ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് വട്ടിയൂർക്കാവിലെ MLA കൂടിയായിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള മുരളീധരൻ ഇപ്പോൾ ചെന്നിത്തലയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് വെടിയുതിർത്തതും ഒക്കെ തന്നെയും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മുരളീധരൻ തന്നെ പച്ചയ്ക്ക് തുറന്നു പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ സുഗതനെതിരെയുള്ള കേസുകൾ അതോടൊപ്പം തന്നെ കാപ്പ ചുമത്തി എന്നുള്ള തരത്തിലൊക്കെ തന്നെയുള്ള പറച്ചിൽ, അത് മാത്രമല്ല 11ഓളം കേസുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കേസുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ ആരായാലും, അതിപ്പോൾ ഈ പറയുന്ന രീതിയിൽ വലിയ വലിയ നേതാക്കന്മാരായിരിക്കുന്ന വ്യക്തികളായാലും മന്ത്രിമാരായിരിക്കുന്ന വ്യക്തികളായാലും ഒക്കെ തന്നെ അവർ രാഷ്ട്രീയത്തിലാണോ തീർച്ചയായിട്ടും കേസുകൾ പലതും ഉണ്ടാകുമെന്ന കാര്യം സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്ര കേസ് ഉണ്ട് എന്ന് പറയുന്നതിലല്ല, ഈ കാപ്പ ചുമത്തിയത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പിന്നെ ഈ പറയുന്ന സുഗതൻ എന്തോ വലിയ ഒരു ഭീകരനാണ്, എന്തോ വലിയ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വാർത്തകളിൽ പലരും പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്. കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് വിജയിപ്പിക്കുന്നത്? അതായത് അയാൾ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്? അയാളെ ജനങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ അയാളെ വിജയിപ്പിച്ചത് തന്നെ? അല്ലാതെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്, ഇത്രയധികം കുഴപ്പക്കാരനാണ്, കാപ്പ ചുമത്തിയ ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ എങ്ങനെയാണ് ആ വാർഡിൽ വിജയിച്ചത്? ജനങ്ങൾ വോട്ട് കുത്തിയിട്ട് തന്നെയല്ലേ അയാൾ വിജയിച്ചത്? അപ്പോൾ ഒരു ജനപ്രതിനിധിയല്ലേ അയാൾ? ജനങ്ങൾക്ക് അയാളിൽ വിശ്വാസവും ജനങ്ങൾക്ക് അയാളിൽ താല്പര്യമുള്ളത് കൊണ്ടല്ലേ അയാളെ വിജയിപ്പിച്ചതെന്ന് പറയുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇടതുപക്ഷത്തിന്റെ ഒരു കുത്തക വാർഡായിരുന്നു ഈ പറയുന്ന സുഗതൻ വിജയിച്ച ആ വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാർഡിൽ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അയാൾ അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒരു വ്യക്തി ആയിരിക്കണമല്ലോ. പ്രശ്നക്കാരനോ കുഴപ്പക്കാരനോ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ജനങ്ങൾ എങ്ങനെയാണ് വിജയിപ്പിക്കുന്നത്? അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ, കുഴപ്പങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ ആയിരിക്കണം മുരളീധരൻ പോലും ഈ ഒരു തരത്തിൽ കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടിയും വ്യക്തമായിട്ടും തുറന്നു പറയാൻ കാണിച്ച മനസ്സെന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടു, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടു. എല്ലാ രീതിയിലും അവർക്ക് കേരളത്തിൽ അങ്ങേയറ്റം തിരിച്ചടി കിട്ടിയ തെരഞ്ഞെടുപ്പുകളായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള ഭരണം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ അവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറുടെ VV രാജേഷിന്റെ ഭരണ നീക്കങ്ങൾ, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ജനപ്രീതി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറി. ഇങ്ങനെയാണ് പോക്കെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഈ ഇടതുപക്ഷ ഭരണം ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് അവർക്ക് തന്നെ വ്യക്തമായി ബോധ്യമായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ മേയറുടെ ഭരണത്തെ ഉയർത്തി കാണിക്കണം, പ്രശ്നങ്ങൾ പലതരത്തിൽ അവിടെ ഉണ്ടാക്കണം, അങ്ങനെയുള്ള പല നീക്കങ്ങൾ പല രീതിയിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ മുരളീധരൻ പോലും പറയുന്ന രീതിയിൽ ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് ഈ പറയുന്ന സുഗതനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തൊരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അയാളെ ഈ പറയുന്ന രീതിയിൽ ഒളിസങ്കേതത്തിൽ നിന്നുമൊന്നുമല്ല പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് പറയുന്നത്. അയാളെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ആ വീട്ടിൽ വന്നിട്ടാണ് അയാളെ പിടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇത്രയും വലിയ തോതിലുള്ള ഒരു പ്രശ്നതുല്യമായ അന്തരീക്ഷം ഉണ്ടാക്കേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ സുഗതനെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ജനപ്രതിനിധി, അതായത് ജനങ്ങളാൽ വോട്ട് ചെയ്യപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ ഈ ഒരു തരത്തിലുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൽ നിന്ന് തന്നെ ഇപ്പോൾ രണ്ട് അഭിപ്രായം വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ചെന്നിത്തലയ്ക്ക് അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ഈ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം ഒരു കുഴപ്പക്കാരനോ ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നക്കാരനോ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അവരുടെ വാർഡ് മെമ്പർ ആക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾ വോട്ട് കുത്തിയിട്ടാണല്ലോ അയാൾ വിജയിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം അയാൾക്ക് സ്വാധീനമുണ്ട് എന്നുള്ളതും ജനങ്ങൾക്ക് അയാളോട് ഇഷ്ടമുണ്ട് എന്നതിന്റെ അർത്ഥമാണല്ലോ അയാൾ അവിടെ വിജയിച്ചതെന്ന് പറയുന്നത്. അതും CPM-ന്റെ ഒരു കുത്തക വാർഡായിരുന്ന ഒരു സ്ഥലത്ത് അയാൾ വിജയിച്ച് കയറുക എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണല്ലോ ഈ ഒരു തരത്തിൽ അയാൾ വിജയിച്ച് കയറിയതെന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ റിയാലിറ്റി? ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് അറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ മനഃപൂർവ്വം തെറ്റ് ചുമത്തപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ശരിക്കും ജനങ്ങൾക്ക് ബോധ്യമാകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിലത്തെ സിറ്റുവേഷനിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറച്ചുകൂടി ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ടാണോ ഈ കാര്യങ്ങളുടെ ഒരു പോക്ക് നിലവിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.